ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കിച്ചണിൽ സമൂസ ഉണ്ടാക്കാം. സമൂസ ഉണ്ടാക്കാൻ ഷീറ്റൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടത് വെജിറ്റബിൾസ് ഒരുവിധം എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഉപയോഗിക്കാം. തക്കാളി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, സവാള, ഉരുളക്കിഴങ്ങ്, തക്കാളി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. കറിവേപ്പില, മല്ലിയിലൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ മസാല നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കുക. വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞത്. അതിന് മുന്നേ കടുക് പൊട്ടിക്കണം. എണ്ണയിൽ കടുക് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് എന്നിവ ഉപ്പ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളർ ഏകദേശം ഒന്നായാൽ മതി. ഇനി ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മളിതുപോലെ എണ്ണയിലിട്ട് തന്നെയാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്. ഫില്ലിങ്ങൊക്കെ നമുക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റാം. സമൂസയിൽ വെജിറ്റബിൾസും നോൺ വെജും ഒക്കെ വെച്ചിട്ട് നമുക്ക് സമൂസ തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ വെജിറ്റബിൾ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇതിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇട്ടു, എല്ലാം ഉരുളക്കിഴങ്ങ് ഇട്ടു, എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതി. ഇനി ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, സാദാ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം. ഇനി മല്ലിപ്പൊടി, ചിക്കൻ മസാലയുടെ കൂട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ തന്നെ തയ്യാറാക്കണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ സമൂസയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റ് തയ്യാറാക്കണ്ടേ. ഷീറ്റൊന്നുമില്ല, നമ്മൾ മൈദമാവ് 1 കപ്പ് എടുത്തു, അതിലേക്ക് ഉപ്പ് ചേർത്തു. ഇനി വെള്ളം ചേർത്ത്, തണുത്ത വെള്ളം ചേർത്ത് തന്നെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഓയിലൊന്ന് കയ്യിൽ ആക്കിയതിന് ശേഷം കുഴച്ചെടുക്കുക. വളരെ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ മാവെല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം കണ്ടില്ലേ, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടി വയ്ക്കുക. ഇനി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ ഫില്ലിങ് നോക്കാം. നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ സമയം നമ്മൾ ഉരുളകളെല്ലാം നമുക്കൊന്ന് പരത്തിയെടുത്ത് ഇതുപോലെ 2 പീസാക്കിയിട്ട് മുറിക്കാം. 2 പീസോ 4 പീസാക്കുമ്പോഴാണ് കുറച്ചുകൂടെ വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ആദ്യത്തേക്ക് 2 പീസായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത്. ഇതുപോലെ കോണാക്കിയിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ അതൊന്നാണ് മടക്കിയെടുക്കുക. ഇനി ഈ ഫില്ലിങ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് അതിൽ വെക്കാൻ പറ്റുന്ന അത്രയും വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നാണ്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സമൂസയുടെ ഷീറ്റ് വേണമെന്നില്ല, വളരെ ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇനി കൈകൊണ്ട് തന്നെ ഒന്നുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നും നമ്മളിതുപോലെ മടക്കി കൊടുക്കുക. അപ്പോൾ മൈദ ഇതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പ്രസ് ചെയ്താൽ തന്നെ അതവിടെ നമുക്ക് അടയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, നമുക്കങ്ങനെ പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കും. നമ്മൾ കടലൊക്കെ പൊതിയില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 4 എണ്ണാക്കി കേട്ടോ. ഒരു ചപ്പാത്തിയുടെ പോലെ പരത്തിയത് തന്നെ നമ്മൾ 4 എണ്ണാക്കിയിട്ട് മുറിച്ചു. അപ്പോൾ നമുക്ക് ചെറിയ സമൂസ കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിതുപോലെ മടക്കിയെടുക്കാനും ഈസിയാണ്. അങ്ങനെയും ചെയ്യാം. അതല്ല കുറച്ച് വലുത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ആ ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം മടക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് എല്ലാ ഷീറ്റും അതുപോലെ നമ്മൾ മടക്കിയെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെ സമൂസ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഓരോ ഭാഗം നമ്മൾ വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓരോ ഭാഗം വെന്ത് വരുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇരുപുറവും ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ സമൂസ റെഡി. വെജിറ്റബിൾ സമൂസ ഇവിടെ റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ പണി. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മസാല അടുപ്പത്ത് വെച്ച സമയം തന്നെ നമുക്ക് മാവെല്ലാം കുഴച്ചൊന്ന് ഇപ്പോൾ ഒരു ചപ്പാത്തി പോലെ പരത്തിയാൽ തന്നെ നമുക്ക് 4 സമൂസ നമുക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ സമൂസ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ആ മസാലയുടെ ഫില്ലിങ്ങൊക്കെ നമുക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാം നമ്മളിതുപോലെ തയ്യാറാക്കിയുള്ള സമൂസയെ ഇതുപോലെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ റെഡി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. താങ്ക് യു.